السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ ഇന്നത്തെ മതസംഘടനാ രംഗത്ത്, പ്രത്യേകിച്ച് മുജാഹിദുകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വളരെ വിഷമകരമായ, പ്രയാസകരമായ, ഏതൊരു മുസ്ലിമിനെയും പ്രയാസപ്പെടുത്തുന്ന, ഹൃദയത്തിൽ വേദനയുണ്ടാവുന്ന ഒരു സംഭവങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഏകദേശം 90 വർഷം, 1922-24 കാലഘട്ടങ്ങൾ തൊട്ട് 2014 അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ഏകദേശം 90 വർഷം ലോകത്തിലെ ഏറ്റവും കറകളഞ്ഞ അഖീദയുള്ള എന്ന് അവകാശപ്പെടാറുള്ള ഒരു മതസംഘടന, ഒരു പണ്ഡിത സംഘടന, ഇന്ന് 90 വർഷം അവർ പ്രവർത്തിച്ചതിന് ശേഷം അത് ഏതൊരു കാര്യം മുന്നോട്ട് വെച്ചാണോ അവർ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്, ഷിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകൾക്കെതിരെ പ്രവർത്തിച്ചു വന്ന ആ സംഘടനയുടെ ആ പണ്ഡിതന്മാർ, ആ സംഘടനാ നേതാക്കൾ പരസ്പരം ഏതൊരു ഷിർക്കാണോ അവർ ജനങ്ങളോട് ഏത് ഷിർക്കിനെ കുറിച്ചാണോ അവർ ജനങ്ങളെ ഉത്ഭുതരാക്കിയിരുന്നത്, അതേ ഷിർക്ക് പരസ്പരം ആരോപിച്ചുകൊണ്ട് പരസ്പരം കടിച്ചു കീറുന്ന, അക്ഷരാർത്ഥത്തിൽ കടിച്ചു കീറുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥക്കുള്ള കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുന്ന നമ്മൾ, അവകാശപ്പെടാറുള്ള നമ്മൾ, ഒരുപാട് സാമൂഹിക ക്ഷേമ, മതപരമായ, വിദ്യാഭ്യാസപരമായ, സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തി എന്ന് സ്വയം അവകാശപ്പെടാറുള്ളതും ശ്വാസത്തിന് 60 തവണ വിളിച്ചോതുകയും ചെയ്യാറുള്ള നമ്മൾ, നമ്മുടെ പ്രവർത്തനത്തിന് റഹ്മാനായ റബ്ബിന്റെ സഹായം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഈ ഒരു അവസ്ഥ വന്നത്. കാരണം നമ്മൾ ഇതിന്റെ തുടക്കം മുതൽക്കേ നമ്മുടെ നേതാക്കളും പണ്ഡിതന്മാരും മനസ്സിലാക്കിയത്, ഈ ഒരു സംഗതി, ഈ മുജാഹിദ് പ്രസ്ഥാനം അത് ഒരു സലഫി സംഘടന, ഒരു സലഫി പ്രസ്ഥാനം, ഒരു സലഫിയ, ജംഇയ്യത്ത് സലഫിയ എന്നതായിരുന്നു. ഏറെക്കുറെ സലഫി ആദർശങ്ങൾ, സലഫി പ്രസ്ഥാനത്തിന്റെ, സലഫിയത്തിന്റെ ആദർശങ്ങളുമായിട്ട് ഏറെക്കുറെ ഭാഗങ്ങൾ ഒത്തുവരുന്നതോടൊപ്പം ഒരുപാട് വിഷയങ്ങളിൽ ഇവരുമായിട്ട് ഖിലാഫുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, നേരെ തിരിഞ്ഞ സമീപനം കൈക്കൊണ്ടുകൊണ്ട്, എന്നിരുന്നാലും അതെല്ലാം ജനങ്ങളുടെ ചർച്ച വരുന്നതിന് മുമ്പ് തന്നെ ഇതൊരു സലഫി പ്രസ്ഥാനമാണ്, സലഫിയത്തിന്റെ ആദർശമാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വന്നു. അത് നമ്മുടെ പുസ്തകങ്ങളിൽ, ലേഖനങ്ങളിലും വന്നു. എന്തിനധികം നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദാസ് ക്യാപിറ്റൽ, അതിന്റെ ഇൽമിന്റെ സ്രോതസ് ആയിട്ടുള്ള അമാനി മൗലവിയുടെ മുഖപുര പരിഭാഷയുടെ തഫ്സീർ അമാനി മൗലവിയുടെ മുഖപുരയിൽ പോലും KM മൗലവി എഴുതി വെച്ചിട്ടുണ്ട്, ഇത് തീർച്ചയായിട്ടും ഇതൊരു സലഫി ആദർശപ്രകാരമുള്ള തഫ്സീറാണെന്ന്. KM മൗലവിയുടെ ജീവചരിത്രത്തിൽ നിന്നുള്ള പേജുകളാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. ഇതിൽ ഉടനീളം പറയുന്നുണ്ട് സലഫി പ്രസ്ഥാനം, സലഫി പ്രബോധന ദൗത്യം, സലഫിയത്താണെന്ന് ഉടനീളം ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ തിരുവിതാംകൂറിൽ സലഫി പ്രബോധന ദൗത്യം ഏറ്റെടുക്കാൻ വക്കം മൗലവിയുടെ പ്രവർത്തനങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ഇങ്ങനെ തുടർന്നു വരുന്നു. ഇങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അവരുടെ ശിഷ്യന്മാർ, ഇവർ
പ്രത്യേകിച്ച് ഇവർ മുന്നോട്ട് വെച്ച് ജനങ്ങളുടെ മുമ്പിൽ മാസ് പരസ്യമായിക്കൊണ്ട് നടത്തിയിരുന്ന ഒരു ദഅവത്ത് സലഫിയ അല്ല കേരളത്തിൽ തുടക്കം മുതലേ ഉണ്ടായിട്ടുള്ളത്. പകരം ഈജിപ്തിലുള്ള ചില നവോത്ഥാന ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉണ്ടാവുകയും ക്രൈസ്തവരുടെ കടന്നുകയറ്റം ഉണ്ടാവുകയും ചെയ്തപ്പോൾ മുസ്ലിങ്ങളുടെ അവസ്ഥാ നിലവാരം മോശമായി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരോട് ചാലഞ്ചായിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് മിസ്റിലുണ്ടായിരുന്ന നവോത്ഥാന ചിന്തകന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, റഷീദ് റിള, അതുപോലെ മുഹമ്മദ് അബ്ദു പോലെയുള്ള ആളുകൾ മുന്നോട്ട് വച്ചിരുന്ന ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ഉസൂലുകളെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരുന്ന ചില ആശയങ്ങൾ, ഈ ആശയങ്ങൾ പടിഞ്ഞാറൻ കാറ്റിലൂടെ കേരളത്തിലേക്ക് പകർന്നു വന്നു. ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈ കാറ്റ് ഈ കൊച്ചു കേരളത്തിലും അതുപോലെ ഈ കൊച്ചു മിസ്റിലും അല്ലാതെ ലോകത്ത് ഈ കാണുന്ന അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെയും ഇവരില്ല. മറ്റു പലയിടത്തുമുള്ളത് പല മദ്ഹബിന്റെ ആളുകളുണ്ട്, സൂഫിയ ഉണ്ട്, അതുപോലുള്ള സലഫി ദഅവകളുണ്ട്. പക്ഷെ ഈ ഇസ്ലാഹിയ ഈ കൊച്ചു കേരളത്തിലും മിസ്റിലും മാത്രമേ അവശേഷിക്കുന്നു. അതിൽ കേരളത്തിലുള്ളത് അതിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് ജനങ്ങളുടെ മുമ്പിലുള്ളത്. എന്താണ് ഇതിന് കാരണം കിതാബിലും സുന്നത്തിലും ആ കിതാബും സുന്നത്തും അത് എങ്ങനെയാണ് സഹാബികളുടെ ഫഹ്മ്, എങ്ങനെയാണ് മുസ്ലിം അയിമത്തിന്റെ ഫഹ്മ് എന്ന് നോക്കാതെ കിതാബ് 604 പേജുള്ള മുസ്ഹഫും ഏതാനും ചില ഹദീസ് ഗ്രന്ഥങ്ങളും എടുത്തുകൊണ്ട് അറബി മുൻഷികൾ, അറബി ഭാഷ തുടക്കക്കാർ, അറബി ഭാഷയുടെ തുടക്കം പഠിപ്പിക്കുന്ന ആളുകൾ അത് ദീന് കൈകാര്യം ചെയ്തു. മറ്റുള്ളവരെയെല്ലാം പുച്ഛിച്ചു തള്ളി, മുൻ കടന്നുപോയ ഇമാമുകളെയും പണ്ഡിതന്മാരെയും പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അവർ ദീന് കൈകാര്യം ചെയ്തപ്പോൾ വന്നിട്ടുള്ള അബദ്ധം. ക്ഷമിക്കണം, പലരും എന്നെ കുറിച്ച് ആക്ഷേപിക്കുന്നത്, നമ്മുടെ KM മൗലവിയെ വിവരമില്ലാത്തവരെന്ന് പറഞ്ഞു. ഞാൻ ആരെയും വിവരമില്ലാത്തവരെന്നോ വിവരമുള്ളവരെന്നോ പറയുന്നില്ല, എല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ട്. ഈജിപ്തിലുണ്ടായിരുന്ന പണ്ഡിത വര്യനായ സയ്യിദ് മുഹമ്മദ് റിളയുടെ അൽമനാർ മാസിക മൗലവി സാഹിബ് വരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ അദ്ദേഹത്തിന്റെ ഇതിൽ KM മൗലവി എഴുതാറുണ്ടായിരുന്നു. റഷീദ് റിളക്ക് അയച്ച കത്ത് ലേഖനം പ്രസിദ്ധം ചെയ്തിരുന്ന അൽമനാർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളുമായിട്ട് കേരളത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇവർ തെറ്റിദ്ധരിച്ചു ഈജിപ്തിലുള്ള പണ്ഡിതന്മാർ നയിക്കുന്നത് സലഫിയത്താണെന്ന്. അത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കാരണം ഇവർ മനസ്സിലാക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബ്, ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു ഇവർ ആരെയും എണ്ണിയിരുന്നത്, ഈ ഈജിപ്തിലുള്ള പണ്ഡിതന്മാരെയും വാസ്തവത്തിൽ ഈജിപ്തിലുള്ള പണ്ഡിതന്മാർ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പോലും അവർക്ക് അബദ്ധം പറ്റിയതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, മുഹമ്മദ് അബ്ദുൽ വഹാബ്, ഷാ വലിയുല്ലാഹ് ദഹ്ലവി, സയ്യിദ് മൗലാന മുഹമ്മദ് ഇസ്മായിൽ ഷഹീദ്, സയ്യിദ് അഹമ്മദ് ബറേൽവി, ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, ഷെയ്ഖ് റഷീദ് റിള, മൗലാന നദ്വി, ഇതുപോലുള്ള പണ്ഡിതന്മാരെല്ലാം ഒരേ തട്ടിൽ നിലകൊള്ളുന്നവരായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചതാണ് നമ്മുടെ പൂർവിക പണ്ഡിതന്മാരും. ആ തെറ്റിദ്ധാരണ എതുവരെ എത്തിയെന്ന് വെച്ചാൽ അതിന് പിന്നീട് വന്ന ഈ അഫ്ദൽ ഉലമ കമ്മ്യൂണിറ്റി അത് ഏറ്റുപാടി. 1993 ജൂലൈ മാസം 9-ാം തീയതിയിലുള്ള ഷബാബിൽ ഡോക്ടർ ഹുസൈൻ മടവൂർ എഴുതിയ ലേഖനം നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. ആദ്യകാല സലഫി പ്രസ്ഥാനം അനുസ്മരിക്കപ്പെടുമ്പോൾ ഇതൊരു സലഫി പ്രസ്ഥാനമായിരുന്നു എന്ന് ആണ് ഏകദേശം 10-70 വർഷം മനസ്സിലാക്കി വന്നത്. ഇന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ ഇതൊരു സലഫി പ്രസ്ഥാനമാണ്, കേരളത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനം സലഫി പ്രസ്ഥാനമാണ് എന്ന്
ഡോക്ടർ ഹുസൈൻ മടവൂർ എവിടെയും പറയാൻ അദ്ദേഹത്തിന് ധൈര്യം ഇല്ല. കാരണം ഇത് സലഫി പ്രസ്ഥാനമല്ല എന്ന് മനസ്സിലാക്കുകയും ഞങ്ങൾ പണ്ട് മുതലേ വന്നു പോകുന്ന ഇസ്ലാഹിയത്താണെങ്കിൽ ശരി, ഇസ്ലാഹിയത്ത് ഞങ്ങൾ അതേ പിൻപറ്റൂ, ഞങ്ങൾ അതല്ലാത്ത തെളിവിപ്പുറത്തുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അതേ പിൻപറ്റൂ എന്ന ദുർവാശിയോടുകൂടി ഒരു കൂട്ടം ജനങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇത് സലഫി പ്രസ്ഥാനമാണ് എന്ന് ഒരിക്കലും അദ്ദേഹത്തിന് ഇന്ന് പറയാൻ കഴിയില്ല, ധൈര്യമുണ്ടാവില്ല. എന്നാൽ ഈജിപ്തിലുള്ള ഈ പണ്ഡിതന്മാർ അടിസ്ഥാനപരമായിട്ട് തന്നെ പിഴച്ച ആളുകളായിരുന്നു. കാരണം അവരെക്കുറിച്ച് നിരൂപണം നടത്തിയ ആളുകൾ എഴുതുക, റഷീദ് റളയോ മുഹമ്മദ് അബ്ദുവോ ഒരിക്കലും ഒരു തഫ്സീറിലേക്ക് നോക്കുകയില്ല. ഏതുവരെ അവരുടേതായ ചില തഫ്സീറുകൾ ഈ ആയത്തുകൾക്ക് എഴുതി പിടിപ്പിക്കുന്നത് വരെ മറ്റൊരു തഫ്സീറിൽ എഴുതില്ല. അവർക്ക് ഇഷ്ടമുള്ള ചില സയന്റിഫിക് തിയറീസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ വ്യാഖ്യാനിക്കും. എന്നിട്ടേ മറ്റുള്ളവർ എന്താ പറഞ്ഞ് എന്ന് നോക്കും. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന ആശയം വ്യതിയാനമുള്ള അദ്ദേഹം മലക്കുകളും ജിന്നുകളും എല്ലാം നാച്ചുറൽ ഫോഴ്സസ്, ആൽഫ ബീറ്റ ഗാമ പോലുള്ള ന്യൂക്ലിയർ ഫോഴ്സസുകളായിട്ട്, നാച്ചുറൽ ഫോഴ്സസുകളായിട്ട് വ്യാഖ്യാനിക്കുകയും ആദം നബി അലൈഹി സ്വലാമും ഇബ്ലീസും തമ്മിലുള്ള ആ കഥയുണ്ടല്ലോ, സുജൂദ് ചെയ്യാൻ പറഞ്ഞ സന്ദർഭം വരും, അതെല്ലാം ഒരു സിംബോളിക്കായിട്ട് ഒരു എന്താ പറയാ ആലങ്കാരികമായി അവതരിപ്പിക്കുകയും ചെയ്ത അടിസ്ഥാനപരമായ ഈ വിഷയങ്ങളിൽ പോലും അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഈ രണ്ടുപേരും സഹീ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഒരുപാട് ഹദീസുകളെ ലൈഫാണെന്ന് സമർത്ഥിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത ആളുകളാണ്. അടിസ്ഥാനപരമായിട്ട് പ്രശ്നമുള്ള ആളുകളായിരുന്നു ഇവർ. ഇതേക്കുറിച്ച് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിനോട് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. റഷീദ് റിളയുടെ പുസ്തകത്തിൽ അഖീദയിൽ ഒരുപാട് വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. അൽമനാർ എന്ന അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരുപാട് വിഷയങ്ങളിൽ പ്രശ്നമുണ്ട്. The book contains some deviations from Sunnah in many places. പല സ്ഥലത്തും സുന്നത്തിൽ നിന്നുള്ള വ്യതിയാനമുണ്ട്. such as ahadith of ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചുള്ളത്, ദജ്ജാലിനെ കുറിച്ചുള്ളത്, മഹദിയെ കുറിച്ചുള്ളത്. അതുപോലെ അദ്ദേഹം തന്നെ ഫത്വ കൊടുത്ത ഒരുപാട് വിഷയങ്ങളിൽ സത്യത്തിന് വൈരുദ്ധ്യമുള്ള ഫത്വകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഷെയ്ഖ് അൽബാനി പറയാം. അപ്പൊ ഈ രീതിയിലുള്ള ഈജിപ്തിലുണ്ടായിരുന്ന നവോത്ഥാന ഇസ്ലാഹിന്റെ ആളുകളെ അവരുടെ പരിഭാഷകൾ ഉപയോഗിച്ച്, റഷീദ് റളയുടെ പരിഭാഷയും അതുപോലെ സയ്യിദ് കുത്തുബിന്റെ പരിഭാഷയും എല്ലാം ഉപയോഗിച്ച് ഇമാം റാസി പോലും അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ റാസി തഫ്സീർ പോലും കൈയൊഴിയുകയും സലഫുകളുടെ അഖീദയിലേക്ക് മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. ഇമാം റാസി പോലും ഇമാം റാസി പോലും വലിച്ചെറിഞ്ഞ കിതാബുകളെ റാസിയുടെ തഫ്സീർ വെച്ചുകൊണ്ട് ഒരു സകല കുലാബിയാക്കിക്കൊണ്ട് എഴുതിയ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദാസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന തഫ്സീർ അമാനി മൗലവി ഈ പരിഭാഷയിൽ നിന്നാണ് അറബി അറിയുന്നവനും അറിയാത്തവനും, പണ്ഡിതനും അല്ലാത്തവനും, പ്രസംഗിക്കുന്നവനും അല്ലാത്തവനും, മദീനത്ത് പഠിച്ചവനും മക്കത്ത് പഠിച്ചവനും നാട്ടിൽ പഠിക്കുന്നവനും ഇടവണ്ണ പഠിക്കുന്നവനും എല്ലാവരും അവരുടെ പ്രസംഗത്തിനും ഖുതുബകൾക്കും അവലംബിക്കുന്ന ഗ്രന്ഥം അതാണ്. അതുകൊണ്ട് തന്നെ ഈ പിഴച്ചിട്ടുള്ള അഖീദ നമ്മുടെ നാട്ടിൽ എത്തി. അത് സലഫി പ്രബോധനമാണ്, സലഫിയത്താണ്, സലഫിയത്തിന്റെ അഖീദയാണെന്ന് പാടിപ്പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വാസ്തവത്തിൽ കളവിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയുടെ ഒരു സംഘടന എന്ന നിലക്ക് അള്ളാഹുവിന്റെ സഹായം അതിന് കിട്ടിയില്ല. അതുകൊണ്ട് എന്താണ് സലഫിയത്ത് എന്ന് ചർച്ചയിൽ വന്നപ്പോൾ തകർന്ന് വീണ് പരസ്പരം ഛിന്ന ഭിന്നമായി അമീബ മുറിയുന്നത് പോലെ മുറിഞ്ഞ് പരസ്പരം തെറി വിളിക്കുന്ന സാഹചര്യമാണ് ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഏറെക്കുറെ ഈ വസ്തുക്കൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. എന്തായിരുന്നു ഇതിനുള്ള കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ മുൻകാലത്തുള്ള പണ്ഡിതന്മാരും ഇമാമുകളും പണ്ഡിതന്മാരും അഹ്ലുൽ ഇൽമി എങ്ങനെയാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് വിശദീകരിച്ചത്, വ്യാഖ്യാനിച്ചത് എന്ന് നോക്കാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവർ തന്നെ ചില ഉസൂലുകൾ കെട്ടിപ്പടുക്കുകയും യഥാർത്ഥമായ സലഫി ഇൽമിന്റെ അഭാവം അവർക്ക് വരികയും ചെയ്തു. വന്നപ്പോൾ അവർ വഴി തെറ്റിപ്പോയി. ഉദാഹരണമായിക്കൊണ്ട് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. തൗഹീദിന്റെ വിഷയത്തിൽ തൗഹീദ് ശിർക്ക് എന്നുള്ളത് അവർക്ക് മുജാഹിദ് പ്രസ്ഥാനം പടുത്തുയർത്ത ചില ശാസ്ത്രീയ നിർവചനങ്ങളിൽ വെച്ചുകൊണ്ടാണ് അവർ തൗഹീദും ശിർക്കും തീരുമാനിക്കാൻ പോയത്. ഭൗതികം, അഭൗതികം, കാര്യകാരണ ബന്ധത്തിന് അതീതം, കാര്യകാരണ ബന്ധത്തിന് അധീനം പോലുള്ള ദൃശ്യം, അദൃശ്യം, ഇതുപോലുള്ള ചില
ഭൗതിക ശാസ്ത്രീയ നിർവചനങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബിനെയും റസൂലിന്റെ തിരുസുന്നത്തിനെയും അവർ സമീപിച്ചപ്പോൾ അവർക്ക് വൈരുദ്ധ്യങ്ങൾ വന്നു. ലോകത്തുള്ള സലഫിയത്തിന്റെ ആളുകൾ, ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ പറഞ്ഞത് പലതും അവർക്ക് തള്ളിക്കളയേണ്ടി വന്നു. അതുകൊണ്ട് അവർക്ക് ഇന്ന് പ്രത്യേകിച്ച് ജിന്ന് സിഹിർ വിഷയങ്ങളിൽ അവർക്ക് വന്നിട്ടുള്ള ഈ അബദ്ധം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, കാരണം ജിന്ന് സിഹിർ വിഷയങ്ങൾ നിഷേധിക്കുന്ന ആളുകളാണ് ഈജിപ്തിലുണ്ടായിരുന്ന റഷീദ് റളിയും പിന്നെ സയ്യിദ് കുത്തുബ് പോലുള്ള ആളുകൾ. അവരുടെ തഫ്സീറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ തഫ്സീറുകൾ എഴുതിയത്. അതുകൊണ്ട് ജിന്നുബാധ അതിൽ സ്ഥിരീകരിക്കുന്നില്ല. പിന്നെ സിഹിർ, ഹക്കീക്കത്തുള്ള സിഹിറിനെ അതിൽ കാണുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനെ സിഹിറേറ്റു എന്ന സംഭവം അതിൽ കാണാനില്ല. പിന്നെ കണ്ണേറിന് സ്ഥിരീകരിക്കുന്ന ഹദീസുകൾ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ അത് സഹാബികൾ മനസ്സിലാക്കിയതിന് പോലും തെളിവല്ല എന്ന് എഴുതി വെച്ചു. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ശാരീരികമായ അസുഖങ്ങൾക്ക് ശിഫയല്ല എന്നും എഴുതി വെച്ചു. ഇത്രയും ഭയാനകമായ അബദ്ധം സംഭവിക്കുവാൻ കാരണം ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അബദ്ധജടിലമായ വാദങ്ങൾ ഇവർ കെട്ടിപ്പൊക്കുകയും അത് സലഫിയത്തിന്റെ പേരിൽ ജനങ്ങളുടെ മുമ്പിൽ പറയുകയും ചെയ്തു. അതപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായില്ല. അതുകൊണ്ടാണ് 90 വർഷം നവോത്ഥാനം നടത്തി ശരാശരി 3 ഒരു രാഷ്ട്രത്തിൽ, കേരള പോലുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ മുസ്ലിംസുള്ള ഒരു നാട്ടിൽ ഒരു 3 നവോത്ഥാനത്തിനുള്ള സമയം കഴിഞ്ഞു. ഇപ്പോഴും 90 വർഷം കഴിഞ്ഞപ്പോൾ എവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചുപോയി. പരസ്പരം ശിർക്ക് ആരോപിക്കുകയും കുഫർ ആരോപിക്കുകയും ഒരുത്തന്റെ പിന്നിൽ മറ്റൊരുത്തൻ സംസ്കരിക്കാത്തൊരു ചുറ്റുപാട് കേരളത്തിൽ വന്നു. ഇതൊന്ന് മാത്രം ഞാൻ പറയുന്നത്. 2, ഇവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധം എന്താണ് ഇൽമ്. ഇസ്ലാമിലെ ഇൽമ് ശർഇയ്യ എന്താണ് ഇൽമ്, എന്തല്ല ഇൽമ്, ഏതാണ് ഇൽമ്, എന്താണ് ഇൽമ് എന്ന് പറയാൻ എളുപ്പമുണ്ട്. ഏതാണ് ഇൽമ്, ഏതല്ല ഇൽമ്, ആരാണ് പണ്ഡിതന്മാർ, ആരല്ല പണ്ഡിതന്മാർ, എന്താണ് തഖ്ലീദ്, എന്താണ് ഇത്തിബാ, പണ്ഡിതന്മാരുടെ സ്ഥാനം എന്താണ്, അതുപോലെ താലിബുൽ ഇൽമ് തുല്ലാബുകളുടെ സ്ഥാനം എന്താണ്, വിദ്യാർത്ഥികളുടെ ദീനി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്ഥാനം എന്താണ്, ആരാണ് ദീനി കൈകാര്യം ചെയ്യേണ്ടത്, ആർക്കെല്ലാം ഏതുവരെ കൈകാര്യം ചെയ്യാം, ആർക്കെല്ലാം ഫത്വ കൊടുക്കാം, ആരെല്ലാം വിമർശിക്കാം, ആർക്കെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയാം. അതുപോലെ എന്താണ് ഇജ്മാ, സ്വഹാബിമാരുടെ ഇജ്മാ എന്താണ്, മുസ്ലിം അയിമത്തിന്റെ ഇജ്മാ എന്താണ് ഇജ്തിഹാദ്, ഇജ്തിഹാദിയായിട്ടുള്ള വിഷയത്തിൽ 2 സമീപനമുണ്ട്, അത് ഏതാണ്. അതുപോലുള്ള പണ്ഡിതന്മാർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതെന്ത് ചെയ്യണം, പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് ഏത് വിഷയമാണോ എന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സമീപനം എടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ, അതുപോലെ എങ്ങനെ പഠിക്കണം, എവിടുന്ന് തുടങ്ങണം, ഏതൊക്കെയാണ് സലഫിയത്ത് പഠിപ്പിക്കുവാനുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ എങ്ങനെ ജനങ്ങൾക്ക് വായിച്ചു കൊടുക്കണം, അത് ജനങ്ങൾ എങ്ങനെ വായിക്കണം, എവിടുന്നാ വായിക്കേണ്ടത്, ഓരോരുത്തരും ചെയ്യേണ്ടതിന്, ഓരോരുത്തരും ദീന് പഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതാണ് സലഫിയത്തിന്റെ അടിസ്ഥാനപരമായ ഒരു വശം, ഇൽമു ശർഇയ്യ. ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ഒരുപാട് കബളിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുന്നവർ ലോകത്താരും അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളല്ലാതെ ആരുടെ വാക്കുകൾക്കും അബദ്ധം സംഭവിക്കാം, അതുകൊണ്ട് ആരുടെ വാക്കും നിങ്ങൾ എടുക്കില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് മാത്രമേ എടുക്കൂ എന്ന് അവർ പറയുകയും റസൂലിന്റെ വാക്ക് റസൂല് പോലും കൽപ്പിക്കാത്ത അർത്ഥം വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് വന്ന ആ അബദ്ധം സംഭവിച്ച് പൊട്ട കിണറ്റിൽ പോയി ചാടി ആ കിണറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങണിപ്പോ. എന്നിട്ട് പരസ്പരം തെറി വിളിച്ച് പിന്നെ ക്യാമ്പയിനും പ്രോഫ്കോണും സമ്മേളനങ്ങളും നടത്തി അത് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രാവും പകലും കിണഞ്ഞ് ശ്രമിക്കുന്ന ഒരു അവസ്ഥ. മറ്റൊരു വിഷയം, അടിസ്ഥാനപരമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ള ഇന്നത്തെ ദുരവസ്ഥക്ക് കാരണമായിട്ടുള്ള മറ്റൊരു അടിസ്ഥാന വിഷയമാണ് അൽ വലാ വൽ ബറാ. ദീനിന് വേണ്ടി സത്യത്തിനെയും സത്യത്തിന്റെ ആളുകളെയും സ്നേഹിക്കുകയും അസത്യത്തിനെയും അസത്യത്തിന്റെ ആളുകളോട് ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുകയും അകൽച്ച പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അൽ വലാ വൽ ബറാ എന്നുള്ള അടിസ്ഥാന വിഷയത്തിൽ അത് അഖീദയുടെ ഒരു ഭാഗമാണ്. ഇങ്ങനൊരു വിഷയം പോലും കേരളത്തിൽ ചർച്ചയിൽ വന്നിട്ടില്ല. അത് ചർച്ചയിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മുശ്രിക്കുകളോട് എന്ത് സമീപനം വേണം,
ഈ ദീനിൽ ഇസ്ലാമിൽ ദാറുൽ ഹർബ്, ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളോട് എന്ത് സമീപനം വേണം? അതല്ല ഇസ്ലാമിനുമായിട്ട് സമാധാന സന്ധിയിലുള്ളവരോട് എന്ത് ചെയ്യണം? ദാറുസ്സലാം എന്താണ്? ദാറുൽ ഹർബ് എന്താണ്? കുഫാറുകളോട് എന്ത് ചെയ്യണം? ഏത് സമീപനം വേണം? അത് തന്നെ അതുപോലെ മുനാഫിക്കുകളോട് എന്ത് സമീപനം വേണം? ബിദ്അത്തിന്റെ ആളുകളോട് എന്ത് സമീപനം വേണം? ബിദ്അത്ത് മുകഫിറത്തായിട്ടുള്ള ബിദ്അത്ത് ചെയ്യുന്ന ആളുകളോട് എന്ത് സമീപനം വേണം? അതല്ലാത്ത ഉസൂൽ ഫുറൂഇയായിട്ടുള്ള വിഷയങ്ങളിൽ ബിദ്അത്ത് ചെയ്യുന്നവരോട് എന്ത് സമീപനം വേണം എന്നിത്യാദി കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചില്ല. പ്രസ്ഥാന പണ്ഡിതന്മാർ ജനങ്ങളെ പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ഈ സംഘടനാ പ്രവർത്തകരെ പഠിപ്പിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിൽ പോലും തന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പള്ളി വേറെ കയറ്റണം, എനിക്ക് സംഘടന വേറെ വേണം, എനിക്ക് വേറെ ജമാഅ വേണം, എനിക്ക് വേറെ സ്പീക്കറും മൈക്കും സ്റ്റേജും പേജും വേണം എന്നതുകൊണ്ട് അതിനുവേണ്ടി തുടക്കം കുറിക്കുകയും ഇന്നലെ വരെ ഒരുമിച്ച് നടന്ന അവനെ ഇന്ന് പരസ്പരം കടിച്ചു കയറി തെറി വിളിച്ച് നടക്കുന്ന ചുറ്റുപാട്. ഇതല്ലേ ഡോക്ടർ സക്കരിയ ഈ വിഷയത്തിൽ പറഞ്ഞത്? ഡോക്ടർ സക്കരിയ ഇപ്പൊ പറഞ്ഞത് എന്താ? നമുക്ക് സംഘടന വേണം, പക്ഷെ ആ സംഘടനയിൽ പണ്ഡിതന്മാർ മാത്രം മതി. അതുപോലെ വിദേശത്തുള്ള സലഫി സൗദി അറേബ്യയിലുള്ള പണ്ഡിത സഭയുമായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള സലഫിയത്തിന്റെ പണ്ഡിതന്മാരുമായിട്ട് നമുക്ക് ബന്ധം വേണം. നമ്മുടെ കമ്മിറ്റികളിലും നമ്മുടെ സംഘടനയിലും അവരുടെ പ്രാതിനിധ്യം വേണം. നമ്മൾ അത്തരം പണ്ഡിതന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ അവർ പഠിപ്പിച്ചതുപോലെ നമുക്ക് പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ പറ്റൂല. അപ്പൊ പിന്നെ എന്താ, പണ്ഡിതന്മാരല്ലാത്ത കുറെ പ്രവർത്തകരുണ്ട് ഇവിടെ, അവർക്ക് സ്ഥാനമില്ല, അവർക്ക് വരുമാനത്തിലുള്ള മാർഗമില്ല. കാരണം ഈ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ഒരു സംഘടനാ സെറ്റപ്പ് കൊണ്ടും ഈ ഒരു ദഅവത്തിന്റെ ഈ ശൈലി കൊണ്ടും എത്ര ആളുകൾ ഉപജീവനം നടത്തുന്നുണ്ടെന്നാ. കാസറ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. രാത്രി വാൾ പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ട് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ഫ്ലക്സുകൾ എഴുതിയിട്ട് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. CD ഇറക്കിക്കൊണ്ട് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ബാനർ എഴുതിയിട്ട് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയുള്ള കർട്ടനും പന്തലും സ്പീക്കർ സെറ്റും അതുപോലെയുള്ള സംവിധാനങ്ങളുമായിട്ട് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇത് ഒരുപാട് ആളുകളുടെ ഉപജീവനത്തിന്റെ മാർഗം ദഅവത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അംബിയാ മുർസലീങ്ങൾ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് അംബിയാ മുർസലീങ്ങൾ നടത്തിയിട്ടുള്ള ആ ദഅവത്ത് ഇന്ന് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഉപജീവനം നടത്തുമ്പോൾ അത്തരം ആളുകൾക്ക് ഡോക്ടർ സക്കരിയ മുന്നോട്ട് വെച്ച കാര്യത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇപ്പൊ അദ്ദേഹത്തിനില്ലാത്ത കുറ്റങ്ങളില്ല, പ്രശ്നങ്ങളില്ല. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം എന്താണ് ബിദ്അത്തിന്റെ ആളുകളോട് ചെയ്യേണ്ട നിലപാട്, കാഫിറുകളോട് എന്ത് നിലപാട്, മുനാഫിക്കുകളോട് എന്ത് നിലപാട്, ഇസ്ലാമിൽ അഖീദയിൽ പിഴവ് സംഭവിച്ചതിനോട് എന്ത് നിലപാട്, അതല്ലാത്ത ഫുറൂഇയായിട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവനോട് എന്ത് നിലപാട് എന്നുള്ള അടിസ്ഥാനപരമായ അൽ വലാ വൽ വറാ എന്ന വിഷയം ജനങ്ങളെ പഠിപ്പിച്ചില്ല, സംഘടനാ പ്രവർത്തകർ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും നാണംകെട്ടൊരവസ്ഥ വന്നത്? കാരണം നിങ്ങളുടെ വെബ്സൈറ്റിൽ എഴുതി വെക്കുക ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പിൻതലമുറക്കാരാണ് നിങ്ങൾ, പിൻഗാമികളാണ് നിങ്ങൾ എഴുതി വെച്ചിട്ട് ആ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്താണോ ഇപ്പൊ ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജിന്ന് വിഷയത്തിൽ എന്താണോ നിലപാടാണോ സ്വീകരിച്ചത് അതിനെ മുഴുവൻ നിങ്ങൾ കാറ്റിൽ പരത്തിക്കൊണ്ട് അതിനെ മുഴുവൻ നിങ്ങൾ ശിർക്ക് ആരോപിച്ചുകൊണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത്. ഇതുപോലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു കവായതമില്ലാത്ത ഒരു നാണംകെട്ട അവസ്ഥ നിങ്ങൾക്ക് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? കാരണം അത് നിങ്ങൾ പഠിച്ചില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ജിന്നുകളുടെ ഇപ്പൊ നിങ്ങൾ ശിർക്ക് ആരോപിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ അല്ലേ? കേരളത്തിലെ മുജാഹിദുകൾക്ക് ശിർക്ക് ആരോപിച്ച് അവരെ പുറത്താക്കിയപ്പോൾ വീണ്ടും ഇപ്പൊ രണ്ടായി. അപ്പൊ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായ ഈ വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ നിലപാട് എന്തായിരുന്നു? മുസ്ലിം ജിന്നുകളോട് മുബാഹായ തരീഖിലൂടെ മുബാഹായ കാര്യങ്ങളിൽ സഹായം ചോദിക്കാം. ഷിർക്കോ കുഫറോ ചെയ്യാതെ ഒരു മുഅ്മിന് അത്തരം സഹായം ജിന്നുകൾ ചെയ്തു തരികയാണെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ നിങ്ങളുടെ സൈറ്റിൽ കൊടുക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കേൾപ്പിക്കാൻ കഴിയുന്നില്ല? അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? ഷെയ്ഖ് ഹുസൈമിന്റെ നിലപാട് എന്താണ്? ഇമാം ഷാഖീദിയുടെ നിലപാട് എന്താണ്? അതുപോലെ ഇമാം ഇബ്നു ജിബ്രീന്റെ നിലപാട് എന്താണ്? എന്നാൽ ഷെയ്ഖ് ഹുസൈമിന് അപ്പടി എടുത്ത് പറയാം. ഷെയ്ഖുൽ ഇസ്ലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഷെയ്ഖ് ഹുസൈമിൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ മുമ്പിലുള്ള ആ ഉദ്ധരണികളെല്ലാം ഉണ്ട്. ഞാൻ ഡോക്ടർ സുബൈർ നമ്മുടെ സുബൈർ മങ്കട ഈ വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഫത്വയെ കോട്ടിമാട്ടി വായിച്ചപ്പോൾ ജനങ്ങളെ വായിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം ഒരു അബദ്ധമല്ല അത്. അങ്ങനെ വന്നപ്പോൾ അതിന് മറുപടിയായിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇറക്കി
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ വാക്കുകൾ. അതുകൊണ്ട് ആ ഫയൽ ക്രോഡീകരിച്ച് എന്റെ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന് പറഞ്ഞത് 3 അവസ്ഥകളാണ് ജിന്നുകളുമായിട്ട് ഉള്ള ഇസ്തിആനത്ത്. എന്താണ്? പിന്നെ 3 അവസ്ഥകളിലാണ് എന്ന് പറഞ്ഞു വിശദീകരിക്കും. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് ഉസൈമീൻ എടുത്തു പറയാ, എന്ത് പ്രത്യേകം എടുത്തു പറയാ ഷെയ്ഖുൽ ഉസൈമീൻ അദ്ദേഹത്തിന് മജ്മുഉൽ ഫതവയില്, മുബാഹായ തരീഖിലൂടെ ദീനിൽ അനുവദിച്ച കാര്യങ്ങളാണ് മുബാഹ് എന്ന് പറയാ. മുബാഹായ കാര്യങ്ങളിൽ മുബാഹായ മാർഗത്തിലൂടെ മുസ്ലിം ജിന്നുകളോട് ഇസ്തിആനത്ത് നടത്തുന്നത് വിരോധമില്ല എന്ന്. ഈ ഷെയ്ഖ് ഉസൈമീനെ നിങ്ങൾ ശിർക്കാരോപിക്കാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഒരു പരസ്യമായിട്ട് നിങ്ങൾക്ക് എഴുതി വിടാൻ പറ്റുമോ? എഴുതി വിട്ടാൽ നിങ്ങൾക്ക് സൗദി അറേബ്യ നാളെ കാലൂത്താൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ വന്ന് പിരിവടത്താൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യൂല. ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ ഈ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ ശിർക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള ഒരു കൂട്ടം ആളുകളെ പട്ടിയെന്ന് വിളിച്ചുകൊണ്ട് അവരെ പട്ടിയെ തല്ലിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ഈ അവസ്ഥയിൽ, ഈ നാണം കെട്ടൊരു അവസ്ഥ നിങ്ങൾക്ക് വരാനുള്ള കാരണം എന്താണ്? കാരണം സലഫിയത്തിന്റെ ഈ മാത്രമല്ല, ഈ ഷെയ്ഖ് ഉസൈമീനെയോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെയോ ഷെയ്ഖ് ഉമർ സുലൈമാൻ അസ്കറിനെയോ ഇബ്നു ജിബ്രീനെയോ ഇബ്നു ബാസിനെയോ ഒരാളും ശിർക്ക് ആരോപിച്ചിട്ടില്ല. ലോകത്തൊരു സലഫി പണ്ഡിതനും അവർക്ക് അവരുടെ അഖീദയിൽ ശിർക്കുണ്ടെന്ന് ആരോപിച്ചിട്ടില്ല. കാരണം എന്താ? അവർക്ക് ഏത് വിഷയത്തിലാണ് അഖീദയിൽ പിഴവുള്ളത് ആ വിഷയത്തിൽ അതിനനുസരിച്ചുള്ള നിലപാടിലാണ് അവർ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ ഷിർക്കില്ലെന്ന് മാത്രമല്ല, ഇതിൽ ഷിർക്ക് ആരോപിച്ചിട്ടുമില്ല. നിങ്ങൾ അതല്ല ചെയ്തത്. കാരണം നിങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് അൽ വലാ വൽ ബറാ എന്ന് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇരട്ടത്താപ്പ് നയം നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നത്. മനസ്സിലല്ലേ? അപ്പൊ അൽ വലാ വൽ ബറാ നിങ്ങൾ പഠിച്ചിട്ടില്ല. മാത്രമല്ല, പ്രത്യേകം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ വിഷയത്തിന്റെ കൺക്ലൂഷനിലേക്ക് വരാം. മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ അൽഹംദുലില്ലാഹ് ഡോക്ടർ സക്കരിയ സലാഹി ഏറെക്കുറെ സലഫി അഖീദ പറഞ്ഞു വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇനിയും നമുക്കത് പൂർണ്ണമായിട്ടും അത് ആ നിലവാരത്തിൽ തന്നെ പോകും എന്ന് പ്രതീക്ഷിക്കാൻ പോലും ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് സലഫി അഖീദയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. സമയം കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആക്കുകൊണ്ടും ഊക്കുകൊണ്ടും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും നമ്മൾ ഡോക്ടർ സക്കരിയെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ വരട്ടെ, അദ്ദേഹം പറഞ്ഞു വരട്ടെ, ഏത് ലൈനിലൂടെയാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് നോക്കട്ടെ. ഇതോടൊപ്പം എൻ്റെ സഹോദരന്മാരെ, കേരളത്തിൽ സലഫിയത്തിന്റെ അഖീദയും മൻഹജ് പഠിപ്പിക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരോട് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത്, ലോകാടിസ്ഥാനത്തിൽ തന്നെ സലഫിയത്തിന്റെ ഉള്ളിൽ ചെറിയ ഒരു അടിയൊഴുക്ക് സംഭവിക്കുന്നുണ്ട്. അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും നജ്ദിൽ നടത്തിയിട്ടുള്ള ഒരു ദഅവത്ത്, ഒരു സലഫി ദഅവത്ത്. ഈ ദഅവത്ത് അതിന് സലഫിയത്ത് പോരാ, മൻഹജ് ശരിയല്ല, അഖീദയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ശിദ്ദത്ത് പോരാ, അല്ലെങ്കിൽ ഇത്തിബാ പോരാ എന്നുള്ള ഒരു ആശയം മറ്റൊരു രാഷ്ട്രത്തിലുള്ള സലഫി പണ്ഡിതന്മാരിൽ നിന്ന് വന്നിട്ടുണ്ട്. അത്തരം ആളുകൾ നജ്ദിയൻ ദഅവത്തിനെ മൻഹജില്ലാത്ത ദഅവത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ വിവരം ഏകദേശം 10-15 വർഷമായി ജനങ്ങളുടെ മുമ്പിലെല്ലാം സലഫി പണ്ഡിതന്മാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് 2005 എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സലഫി പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുകയും അവർ ആ കാര്യത്തെ തൊട്ട് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് അന്ന് തന്നെ 2005 തന്നെ ദമാമിലുള്ള നിച്ച് ഓഫ് ട്രൂത്തിന്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വം, അദ്ദേഹത്തോട് ഞാൻ ആദ്യമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ തന്നെ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹം അത് പറയും, അങ്ങനെയൊന്നുമില്ല, വാസ്തവത്തിൽ അതുണ്ട്. അത്തരം ഒരു നീക്കത്തിന്റെ ബലിയാടാണ് നമ്മുടെ ഡോക്ടർ സുബൈർ മങ്കടയും കൂട്ടരും എന്ന് ഞാൻ അന്ന് 2005 പറഞ്ഞിരുന്നു. അത് ഈ മേൽപ്പറഞ്ഞ സുബൈർ മങ്കടക്കോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കോ കൂട്ടർക്കോ
ഈ അടുത്ത കാലം വരെ അത് മനസ്സിലാവുകയും ചെയ്തിട്ടില്ല. മനസ്സിലായി എന്നുള്ളതിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാക്കിലോ പ്രസംഗങ്ങളിലോ ഒന്നും വന്നിട്ടുമില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് അത് അദ്ദേഹത്തിന് മനസ്സിലാവുകയും സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അതിന് അത്തരമൊരു നീക്കത്തെ സൂക്ഷിക്കണമെന്ന താക്കീതും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിലുള്ള സലഫികൾ എന്ന് പറയുന്ന ആളുകൾ, ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും ഒരു സലഫിയത്ത് വേറെ, ഫൈസൽ മുസ്ലിയാർ, ടി കെ അഷ്റഫ്, CP സലീം പോലെയുള്ള കുറെ ആളുകൾ കൂടിയിട്ട് വേറെ സലഫിയത്ത്, ഇപ്പൊ ഡോക്ടർ സക്കരിയയും ഒപ്പം ഉള്ള 2-3 ആളുകൾ കൂടിയിട്ട് സലഫിയത്ത്. എന്നാൽ ഇതിൽ ആരാണ് യഥാർത്ഥ സലഫിയത്തിലേക്ക് വരുന്നത്, ആരാണ് യഥാർത്ഥ സലഫിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുറഹ്മാനും കൂട്ടർക്കും ഇനി യഥാർത്ഥ സലഫിയത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് പറ്റില്ല. ഞങ്ങളെടുത്ത അബദ്ധം പറ്റി, ഞങ്ങളിതാ തിരുത്തിയിരിക്കുന്നു എന്നവർ പരക്കെ പ്രസംഗിച്ച് ജനങ്ങളോട് മാപ്പ് പറയാതെ യഥാർത്ഥമായ സലഫിയത്തിലേക്ക് അബ്ദുറഹ്മാൻ കൂട്ടർക്ക് വരാൻ പറ്റൂല. ഹുസൈൻ മടവൂരിനും കൂട്ടർക്കും ഏതായാലും കഴിയില്ല. കാരണം അവർ ഞങ്ങൾ സലഫികൾ ആവണമെന്നില്ല, ഞങ്ങൾക്ക് സലഫികൾ ആയിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ഫൈസലും കൂട്ടരും അവരും നല്ല വഴിയിലേക്കല്ല തിരിഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ അവർ തിരുത്തിയാൽ അത് അവർക്ക് അത്രയും നന്നായിരിക്കും. ഫൈസൽ മുസ്ലിയാരും CP സലീമും മുജാഹിദ് ബാലുശ്ശേരി അടക്കം ടി കെ അഷ്റഫ് പോലുള്ള കുറെ ആളുകൾ തിരിഞ്ഞിട്ടുള്ള ദിശ യഥാർത്ഥ സലഫിയത്തിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു അലം. ഡോക്ടർ സക്കരിയ ഇപ്പോൾ പറഞ്ഞു വരുന്ന രീതിയിൽ മുന്നോട്ട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല സലഫി പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമെടുത്ത് അത് ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റലോ കുറവൂട്ടലോ കുറക്കലോ ഇല്ലാതെ ആ രീതിയിൽ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും ഈ സലഫി ദഅവ രംഗത്ത് ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള ഈ നജ്ദിയൻ ദഅവത്തിനെ മറ്റൊരു രാഷ്ട്രത്തിൽ യമനിലേക്ക് ഒരു യമൻ ബേസ്ഡ് ദഅവത്ത് ആക്കി മാറ്റി ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ മനസ്സിലാക്കുകയും ആ ഒരു സമീപനം അതിനോട് സ്വീകരിക്കുകയും ചെയ്യണം എന്ന് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത്രയും കാലം ഞാനത് ഒരു പ്രസംഗത്തിനും എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അതിന് സമയമാവുമ്പോൾ പറഞ്ഞാൽ മതി, അപ്പം പറഞ്ഞാലേ ഞങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ്. മാത്രമല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയക്ക് ഇമാം ഇബ്നു ബാസിന് ഒന്നും സലഫിയത്ത് പോരാ, അഖീദ പോരാ, ശിദ്ദത്ത് പോരാ, മൻഹജ് പോരാ എന്ന ഒരു ധ്വനിയും ഇത്തരം ആളുകളിൽ നിന്ന് വരാറുണ്ട്. സൂക്ഷിക്കുക. അൽഹംദുലില്ലാ അറിഞ്ഞിടത്തോളം, അൽഹംദുലില്ലാ ലോകത്ത് പണ്ഡിതന്മാർ പറഞ്ഞിടത്തോളം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഖീദയിലൊന്നും ഒരു പിഴവുമില്ല. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ ഇൽമ്, അദ്ദേഹത്തിന്റെ അഖീദയിലൊന്നും സലഫി പണ്ഡിതന്മാർക്കൊരു അബദ്ധവും കാണാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇംഗ്ലീഷ് അറിയുന്നവർ, ഹിന്ദി അറിയുന്നവർ, ഉറുദു അറിയുന്നവർ, അറബി അറിയുന്നവർ, ഫ്രഞ്ച് അറിയുന്നവർ, അൽ ഇഫ്ത എന്ന സൗദി അറേബ്യയുടെ രാജഭരണത്തിന് കീഴിലുള്ള ഔദ്യോഗിക പണ്ഡിത സഭയുടെ ഔദ്യോഗിക സൈറ്റിൽ കയറി അതിൽ നിന്ന് ഇൽമ് പഠിച്ചോ. പഠിച്ചത് അൻഫുസക്കും അഹ്ലീക്കും നാറ, സ്വന്തം കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ആളുകൾക്കും പറഞ്ഞു കൊടുത്തോ. പിന്നെ സമയമുണ്ടെങ്കിൽ സമൂഹത്തിനും പറഞ്ഞു കൊടുത്തു. ആ ഇൽമ് അമലാക്കി സ്വന്തം വീട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത് ബാക്കി സമയമുണ്ടെങ്കിൽ, കാരണം ആ സമയം ഇത് അമലെടുക്കുന്നത് ഒഴിവാക്കിയിട്ട് അതിനു വേണ്ടി നടക്കുന്നത് ശരിയല്ല. അങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. ആ ഇംഗ്ലീഷ് ഈ ഭാഷകളൊന്നും അറിയാത്തവർ ഇത്തരം സൈറ്റുകളിൽ നിന്ന് ഇൽമെടുക്കുന്നവരിൽ നിന്ന് ഇൽമെടുത്തോ. അതാണ്. മാത്രമല്ല പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് കേൾക്കുവാനും നേരിട്ട് അവരുടെ ശ്രമിക്കുവാനും നേരിട്ട് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുവാനും പഠിക്കുവാനും വേണ്ടി ശ്രമിക്കുക എന്നാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം 90 വർഷം കഴിഞ്ഞിട്ട് എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ പോയി വരികയും അന്ന് പോലും ഇല്ലാത്ത പരസ്പരം ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് പരസ്പരം ശിർക്ക് അവിടേക്ക് അത്രയും അതപ്പതിച്ച് ചിന്ന ഭിന്നമായി പോയി. നിങ്ങൾ കുറെ ആളുകളെ കൂട്ടിയെടുത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ വിട്ടിനെ കൊണ്ട് സംഗതിയാവില്ലല്ലോ അല്ലേ? നിഷ്പക്ഷമായിട്ട് ആലോചിക്കുന്ന ഒരാൾക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്താ, അത് പാറമ ചാടിയ മൺകലം പോലെ അല്ലെങ്കിൽ പുല്ല് ചിന്തിയ തൗട് പോലെ ചിന്ന ഭിന്നമായി പോയി എന്നേ പറയൂ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, സത്യസന്ധമായതേ ഞാൻ നിങ്ങളോട് പറയൂ, ബസീറത്തുള്ളതേ ഞാൻ നിങ്ങളോട് പറയൂ.
എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, കഴിയുന്ന ഭാഷയിൽ, കഴിയുന്ന കോലത്തിൽ ഞാൻ നിന്റെ പിന്നെ സലഫിയത്തിൻ്റെ ഇൽമുകൾ എൻ്റെ സൈറ്റിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലെല്ലാം ഇടും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ കേട്ടോ, നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളിത് കേട്ടോ, കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചോ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. ഈ വിഷയമായിക്കൊണ്ട് ഇൽമ് ഒരു ഇൻഡെക്സ്, ഇൽമ് എവിടെ നിന്ന് തുടങ്ങണം, എന്താണ് അതിൻ്റെ തെർത്തീബ് പ്രകാരമുള്ള ഒരു ഇൻഡെക്സ്, ഈ ലജ്നയുടെയും ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും എല്ലാം ഫതാവയിലുള്ള ഏതെല്ലാം വിഷയങ്ങൾ ഏതെല്ലാം പേജിലുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇൻഡെക്സ് നമ്മൾ തയ്യാറാക്കി നമ്മുടെ സൈറ്റിലിട്ടിട്ടുണ്ട്. വേണ്ടുള്ളവർക്ക് അവർക്ക് അവിടുന്ന് പിന്നെ എടുക്കാം, പഠിക്കാം. അത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആകെ തുക കേരളത്തിലുള്ള ഈ ഒരു ജമാ, ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഇന്ന് ലോകത്തെവിടെയും കാണാൻ പറ്റില്ല. മിസ്റിൽ തലപൊക്കി, മിസ്റിൽ തന്നെ ഇപ്പം അതിന് എത്ര കണ്ട് സ്വാധീനമുണ്ട് എന്ന് അറിയില്ല ഇസ്ലാഹിയത്തിന്. ഏതായിരുന്നാലും കേരളത്തിലുള്ള ഈ മുജാഹിദുകളുടെ ഒരു ഗ്ലോബൽ വേർഷൻ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും? ഒരു സകല ഗുലാബി അഖീദയും മൻഹജും പിന്നെ ദഅവത്തും എല്ലാം കാട് കയറി പിടുത്തം വിട്ട് പോയൊരവസ്ഥ. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എൻ്റെ സംസാരത്തിൽ വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സലഫിയത്തിൻ്റെ അഖീദയും മൻഹജും കേരളത്തിൽ പഠിപ്പിക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരോട് സ്നേഹപൂർവം ഉള്ള എൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് അറിയിക്കുന്നു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.